ഗൈസ് നാദാപുരം ടൗണിലാണുള്ളത്. നാദാപുരം ഇപ്പോൾ ഒരു വികസിച്ച് വരുന്നൊരു ടൗണാണ്. വടകരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ബിസി ടൈമാണ്. ഒരു ഗൾഫ് മോഡൽ, സോ മെനി റെസ്റ്റോറൻറ്റ്സ്, കഫേസ് എല്ലാം ഉണ്ട്. അപ്പം ഇതാണ് നാദാപുരം റോഡ്. കല്ലാച്ചി റോഡ് ഇങ്ങോട്ട് വന്ന് തോന്നുന്നു, എനിക്കറിയില്ല. എനിക്ക് ഇൻഡോറെ പോസെ കല്ലാച്ചി റോഡ് ഇങ്ങോട്ടാ. ഇൻഡോറ കാലം പോയാട്ടോ. രണ്ടോ മൂന്നോ നാലോ എത്രയാണ്? നല്ല ഓക്കെ. എന്നാണ് നാദാപുരം ഫുഡ് കോർട്ട്. കല്ലമ്മക്കായ ഇറച്ചിയൊന്നുമില്ല, പേരിനൊരു കല്ലമ്മക്കായ. അങ്ങനെ നാദാപുരത്തെത്തി. ഫുല്ലി ഫുഡ് കോർട്ടാണിത്, പുതുതായിട്ട് വന്നത്. അപ്പോൾ അവിടെ ഫുൾ വീഡിയോ എടുക്കാൻ പറ്റില്ല. എൻ്റെ കൂടെ പഠിച്ച ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുടിച്ച് മോനെ സ്കൂളിൽ നിന്ന് എടുത്ത് പോയതായിരുന്നു. അപ്പോൾ ചായയൊക്കെ കുടിച്ച് ഇത് അവിടെ ചായ ദമ്മാക്കുന്ന സംഭവം എന്നാണ്. പിന്നെ ഞാനിതിലൊരു വീഡിയോ കാണിക്കുന്നുണ്ട്. ഞാനും വൈഫും കൂടി പിന്നെ ചില്ലീസ് പോയി ഷവർമയൊക്കെ കഴിച്ചു. അതിനുശേഷം ഞാൻ മീൻ മേടിക്കാൻ പോയി. മീൻ മേടിച്ച് വലിയ കാര്യത്തിൽ 10-800 രൂപേൻ്റെ മീനൊക്കെ മേടിച്ച് പൈസ കൊടുത്ത് പേ ചെയ്ത് ഗൂഗിൾ പേ ചെയ്ത് ഞാനങ്ങ് പോയി. വീട്ടിലെത്തേക്കും പൈസ പോയ കാണുന്നില്ല. അങ്ങനെ പിറ്റേന്ന് അടക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ പിറ്റേന്ന് ഇങ്ങനെ പോകുമ്പോണ്ട് അയാൾ എന്നെ ഇങ്ങനെ നോക്കുന്നത്. ഞാൻ വിചാരിച്ച് ഇന്നും മീൻ മേടിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. പക്ഷേ അയാൾ ഈ പൈസക്ക് വേണ്ടിയാണ് നോക്കുന്നത് എനിക്കറിയില്ല. പിന്നെ വൈകുന്നേരം വിളിച്ചു തരാണ് എനിക്ക് ഓർമ്മയും. അപ്പോൾ ഇന്ന് ഞായറാഴ്ച അപ്പം നാളെ പോയിട്ട് പേ ചെയ്യണം. രമ്യ പോയി പൊറോട്ടയും ബീഫും കഴിച്ച് ചിക്കനും കഴിച്ച് പിന്നെ ഞാൻ മോനെയും കൂട്ടിയിട്ട് ഫാലൂദീൻ എന്നുള്ള വിത്തൗട്ട് മുസംബി ജ്യൂസും കുടിച്ച്. വളരെ പുതിയതായിട്ട് വന്നൊരു ഷോപ്പുണ്ട്, നല്ല ഒരു സ്റ്റാൻഡേർഡ് കഫേ. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ നല്ല കാമൻ ക്വയറ്റ് കഫേയാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഫ്രണ്ടിൽ നിന്ന് തന്നെയാണ് ജ്യൂസ് അടിയും കോഫി മേക്കിങ്. അപ്പോൾ ഒരു നോയ്സി ഉണ്ട്. അത് ഒരു ഇത് കേൾക്കുന്നുണ്ട്, അത് അവിടെ നിന്ന് മാറ്റിയാൽ നന്നാവും. അപ്പോൾ ഒരു അടിപൊളി പ്രീമിയം അടിപൊളിയാവും. കണ്ണട കണ്ണ് കാണിക്കറ. ഇവനെ മാത്രം ഓർമ്മ ഉണ്ട് കേട്ടോ. കണ്ണട കണ്ണ് കുപ്പിക്കണ്ട. നീ ഫുൾ കൈ കുപ്പായിട്ട് വന്നട്ടാ. എൻ്റെ മുടി നല്ലോണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഞാൻ പറഞ്ഞ ആ കഫേയാണ് ഈ കഫേ. ഇവിടെ കുഴപ്പച്ചീനും ഉണ്ട്, കേക്ക്സ് ഉണ്ട്, ജ്യൂസ് ഉണ്ട്, ഐസ്ക്രീംസ് ഉണ്ട്, ചായ സ്നാക്സ് ഒന്നുമില്ല. നല്ല അടിപൊളി വൈബാണ്. തിരുവത്ത് തന്നെയാണ്. പിന്നെ എല്ലാവരോടും പറയാനുള്ളത്, ഇതൊക്കെ വീഡിയോയിൽ കാണുന്ന ഞങ്ങളെ ഒരു ഗുഡ് പാർട്ട് മാത്രമാണ്. ഞങ്ങൾക്ക് അടിയും പിടിയും പൈസ പ്രോബ്ലം പ്രകളും വിഷമവും ഡിപ്രഷനും ഒക്കെ ഉണ്ട്. അപ്പോൾ ആരെ കണ്ണ് വെക്കറ് വീഡിയോ ഇടുന്തോറും ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഭാഗങ്ങൾ മാത്രമേ കാണിക്കുന്നത്. വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം കാണിക്കുന്നതെന്നേ ഉള്ളൂ. ഇപ്പോൾ നല്ല കോഫി ആയിരുന്നു, നല്ല കേക്കും കാര്യങ്ങളൊക്കെയാണ്, നല്ല ക്യാപ്പിച്ചീനോ നല്ല അടിപൊളി കുടിച്ചു, നല്ല സൂപ്പർ വൈബായിരുന്നു. മോന് പനി ആയതുകൊണ്ടാണ് കോഫി മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചത്. നല്ല അടിപൊളി ക്യാപ്പിച്ചീനോ ആയിരുന്നു. ആസ്വദിച്ച് ഓരോ സിപ്പ് എടുത്ത് പിന്നെ ഡോക്ടറെ അടുത്ത് പോകും. ചാവിട്ടി പിടിക്ക കുഞ്ഞാമി. 30 രൂപേന്റെ സാധനങ്ങൾ 50 രൂപയ്ക്കെല്ലാം പറഞ്ഞാലോ. ഇല്ല നല്ല നോട്ട് 250 ഇത് 220. ആ ലാസ്റ്റ് ആക്കി തരൂല. ഇത് നല്ല നോക്കിയിട്ട് ഇതല്ലേ മഞ്ഞ ഫുള്ള്. ഇതാ മഞ്ഞ പറ്റിക്കുന്നല്ലോ കാണുന്ന സംഭവം. ഒന്ന് കുറ്റിക്കുരുമുളക് നല്ല അടിപൊളി സംഭവമല്ല. ഫിഷിന്റെ ഫുഡ് കോർട്ട്.
മൊയ്തു മൊയ്തുക്കാന്റെ അടിപൊളി മീനിന്റെ കാഴ്ച മിസ്സായി എന്ന് പറഞ്ഞ ഓള് വിളിച്ചതാണ് ഗൈസ്. ഇവിടെ ഞങ്ങളെ ഒന്ന് കണ്ടിട്ട് വരും. ആ മാംഗോസ്റ്റിനടുത്ത് ആ വടിയില്ല ഇതാണ് വടകരകളും. അപ്പൊ മൊയ്തു നിങ്ങൾ പറഞ്ഞ പോലെ അല്ലേ ചകിരിച്ചോടുണ്ടല്ലോ എല്ല് പൊടി എടുത്താ setting my laptop. ഇനിയില്ലാലോ ചായ ഹോസ്പിറ്റലിൽ എന്നെല്ലാം ടെസ്റ്റ് ചെയ്ത് തലയെല്ലാം പൊട്ടി എപ്പോഴും കൊണ്ടുവരുന്ന ഒരു ഹോസ്പിറ്റൽ. അടിമുടി മാറി സെറ്റായിട്ടാ സംഭവം. പണ്ടിങ്ങനെ ഒന്നല്ലായിരുന്നു. ഇവിടെ പണ്ടധികം അഡ്മിറ്റ് ആയിരുന്നു. ഇവന് പനി പിടിച്ച് അങ്ങനെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വന്നാണ് നട്ടപ്പാതിര 12 മണിക്ക്. അപ്പം ഇതൊക്കെ പണ്ട് നമ്മളൊക്കെ എവിടെയാണ് ഹോസ്പിറ്റൽ, നമ്മളെ മെയിൻ ഹോസ്പിറ്റൽ. ആളെ ഉറങ്ങടാ. എന്തേ റാംഗ്ലർ എൻ്റെ മുബഷീറിൻ്റെ വീട്ടിൽ അവനെ പിക്ക് ചെയ്യാൻ പോയതാണ്. ഓഫ് റോഡാണ്. രാത്രി 2 മണി എമ്മ പോയി ഫുഡ് അടിക്കാൻ വേണ്ടി. 1:50 AM ഞങ്ങൾ എമ്മയിൽ ഇങ്ങനെ ക്ലീനിങ് ഇറങ്ങുന്ന സമയത്ത് ഫുഡ് കഴിക്കാണ്. ഷാമുണ്ട്, ബഷീറുണ്ട്. എനിക്ക് ചിക്കൻ കഴിക്കണം എന്ന് ഉറങ്ങുന്നിടത്ത് നെയ്ച്ച് വെത്തിയതാണ് ഗൈസ്. ചിക്കൻ ഫുഡ് ഗൈസ്. നട്ടപ്പാതിര ഫുഡടി. നിങ്ങളെ വരുന്ന ബാബു ഇവിടെ തന്നെ അവിടെ തന്നെ ഇന്നലെ വൈകുന്നേരം കണ്ടുകളില്ല ഇതല്ലോ. ഞാൻ വൈകുന്നേരം ഫുഡ് കഴിക്കുന്ന കാണാൻ ആൾക്കാരല്ല. അതാ കാത്തുന്ന നിങ്ങൾ ഫുഡിടാത്ത നെയ്സല്ല നല്ല നെയ് ഇത് പറയാനാ ശ്യാം കഥ അടിക്കുന്നതല്ല. ശ്യാം ഖാനോട് പറ ഇതായിട്ട് അടിക്കുന്നേ. നായ്ക്കളെല്ലാം കൂട്ടം ഓരോ ടെറിട്ടറിയിലും കുറേ നായ്ക്കളെ കാണാം. ഇവരെയൊക്കെ വന്ധീകരിക്കുന്നൊക്കെ പറയുന്നത്. പക്ഷെ മാറിടം തൂങ്ങി ഒരു 10 നായ്ക്കൾ, ഒരു 5 എണ്ണം മാറിടമൊക്കെ തൂങ്ങി പ്രസവിച്ച നായ്ക്കൾ. ഓരോ പ്രസവത്തിനും 5-7 കുട്ടികളാണ്. അപ്പം ഓരോ വർഷവും ജനങ്ങളെക്കാട്ടും കൂടുതൽ നായ്ക്കുട്ടികളാണ് ഇവിടെ പെറ്റുപെരുകുന്നത്. ഇതൊക്കെ നാട്ടുകാരും പഞ്ചായത്തൊക്കെ ശ്രദ്ധിച്ചാൽ നല്ല. മുന്നോട്ട് ഓടിച്ച റാംഗ്ലർ ഓടിച്ച മുന്നോട്ട്. അടിപൊളി. നല്ല ബമ്പറിലാണല്ലോ. കൂടെ ഗൈസ് ഐസ് വീഡിയോ ചെയ്യാനുണ്ട്. പുതിയ ടോയിനെ റിവ്യൂ ചെയ്യുകയാണ് ഗൈസ്. ഇങ്ങനെ വീഡിയോ അടിപൊളിയാ പൊളിയാ. എന്നെ എടുക്കണ്ട. ഐസിന്റെ വേറെ താറ് കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. ഐസിന് ഒരുപാട് കാസ് ഉണ്ട് ഗൈസ്. ഇതാ പഴയതാ. ജീവിതത്തിൽ പോയി അലീസ ഗൈസ്. അലീസ നാളെ കുണ്ടുമിട്ട് പാച്ച.